നിങ്ങളെ കാറിന് വെക്കുന്ന ഒരു DVR പരിചയപ്പെടുത്തി. അപ്പം കുറേ ചേട്ടന്മാർ ബൈക്ക് യൂസ് ചെയ്യുന്നവർ കാണുമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ബൈക്കിലേക്ക് ഇങ്ങനെ ഒരു ആക്സറി ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? നോർമലി ഒരു ഡാഷ് ക്യാം ഫ്രണ്ട് ആൻഡ് ബാക്ക് നിങ്ങൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഡിസ്പ്ലേയും കാണത്തില്ല. നോർമൽ ആ ഒരു 2 ക്യാമറ വെച്ച് ആ പരിപാടി തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു സാധനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ സാധനം ഇരിക്കുന്ന AOCയുടെ ഒരു DVR ആണ്. ഇതിനകത്തെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ പറഞ്ഞാലും തീരാത്ത അത്ര മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം വഴി കിട്ടുന്നത്. നമുക്ക് നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മൾ കാറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി നമ്മുടെ സിസ്റ്റത്തിനുണ്ടെന്ന്. ഇനി അത് കാർ ഉപയോഗിക്കുന്നവർക്ക് മാത്രം അല്ല കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്കും ഈ ഒരു സിസ്റ്റം വെച്ചാൽ കിട്ടാൻ പോകണം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ബ്ലൂടൂത്ത്, വൈഫൈ, മിറർ ലിങ്ക്, അതുപോലെ തന്നെ നമുക്ക് TPMS, അതായത് നിങ്ങളുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയറിന്റെ പ്രഷർ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സെൻസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ എന്താണ് പറയാനുള്ളത്, നമുക്ക് ഇമ്പാക്ട് സെൻസിങ് അനുസരിച്ച് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ഈവൻ നമ്മുടെ ക്യാമറ റെക്കോർഡിംഗ് അല്ലെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് ഉപകരിക്കാൻ പോകുന്നത് ലോങ് ഒക്കെ റൈഡ് പോകുന്ന ചേട്ടന്മാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വേണം ഇതിനെ പറയാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ തന്നെ വേറൊരു സംശയം നിങ്ങൾക്ക് ഒരു ഈ സാധനം വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ഇതിനൊരു ഉപകാരം ഇല്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചൊരു ടെസ്റ്റ് കൂടെ നോക്കുന്നുണ്ട്. അടിച്ചു പോയില്ല എന്നൊക്കെ നമുക്ക് എന്തായാലും ലൈവായിട്ട് അറിയാണ്ട് പറ്റും. സോ വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. ഈ ഇരിക്കുന്ന 5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് അടിപൊളി ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഈവൻ നിങ്ങൾക്ക് എന്നാ വലിയ വെയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. അതിൻ്റെ കൂടുതൽ തന്നെ ചെറിയൊരു സൺവൈസർ ഈ കിറ്റിൽ വരുന്നുണ്ട്. ഇതിൻ്റെ മൗണ്ടിങ് വരുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ നമ്മുടെ ക്യാമറ നോക്ക്, ഫ്രണ്ട് ക്യാമറ, ദെൻ ബാക്ക് ക്യാമറ, പവർ കോഡുകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് ഫിറ്റ് ചെയ്യണല്ലോ. ഈവൻ LNGയുടെ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഫിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ അത്യാവശ്യം നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള എല്ലാ വർക്ക്ഷോപ്പുകളിലും ഷോപ്പുകളിലും എല്ലാം ഈ ആക്സറി ഒക്കെ ഫിറ്റ് ചെയ്യുന്ന ഷോപ്പുകളുണ്ടല്ലോ അവിടെ എല്ലാം നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് അവർ ഈവൻ പറഞ്ഞത് അവർക്ക് വിൽക്കാനേ അറിയത്തുള്ളൂ, വെക്കാൻ അറിയത്തില്ല എന്നാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ഇന്ന് ഇവിടെ ഇട്ട് നമ്മൾ തന്നെ അങ്ങ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വണ്ടി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നും, എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി ഇതാണല്ലോ അല്ലെങ്കിൽ അതാണല്ലോ, അപ്പോൾ എനിക്ക് പറ്റിയ സാധനമാണോ ഇത്? അതിൽ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സാധനമാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈക്ക് ഏതായിക്കോട്ടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സാധനം മേടിച്ചാൽ യൂസ്ഫുൾ ആണ്, വെക്കാൻ പറ്റും, അതിലൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഓക്കെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞില്ലേ TPMS വരുന്നുണ്ടെന്ന്. ആ സെൻസേഴ്സുകളും ഈ ഒരു കിറ്റിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ, ഒന്നും എക്സ്ട്രാ മേടിക്കണ്ട. ഓക്കെ, ഡിസ്പ്ലേയിലിട്ട് നോക്കൂ. ഞാനിപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ ആ ഒരു ആപ്പിൾ കാർപ്ലേയുടെ ഫെസിലിറ്റി കാണിക്കാണ്ട് കണക്ട് ചെയ്തിട്ടേക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ അത്യാവശ്യം ഇതുണ്ട്, ഫോൺ, മ്യൂസിക്, മാപ്പ്, മെസ്സേജ്, അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈവൻ VLC, സ്കൈപ്പ് എല്ലാം, സ്പോട്ടിഫൈ എല്ലാം കിടപ്പുണ്ട്, ടെലിഗ്രാം എല്ലാം. ഇപ്പോൾ മാപ്പാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ലൊക്കേഷൻ സർവീസ് ഒക്കെ ഇട്ടതിന് ശേഷം ഇതിനകത്ത് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഹോം. ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് ഇവിടെ ഹോം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഹോമിൻ്റെ ബട്ടണൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാണ് നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇതുണ്ട് കാർപ്ലേ കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ GPS-ൻ്റെ ഇൻഫോയും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മുടെ ചെറിയൊരു ക്ലസ്റ്റർ ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് TPMS-ൻ്റെ ഇതുണ്ട്, അതിൻ്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട്? ഇൻ്റർ കണക്ഷൻ്റെ നമ്മുടെ TPMS പ്രഷറിൻ്റേത്, സ്പീഡ് യൂണിറ്റ്, ലാംഗ്വേജ്, വോളിയം, ടൈം സെറ്റിംഗ്, ടൈം ഫോർമാറ്റ്, ഫോൺ ഓഡിയോ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഫോൺ ഓഡിയോ ഓഫ് ചെയ്താലായിരിക്കും നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് നമുക്കത് ഓഡിയോ പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ വരുന്നത്. ഇനി നമ്മുടെ മെയിൻ സാധനം, അതായത് നമ്മുടെ ഡാഷ് ക്യാം. അപ്പോൾ ക്യാമറയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ ഫ്രണ്ട് ക്യാമിലെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഇതുണ്ട്, നമുക്കിപ്പം ബാക്കിലേതും ഫ്രണ്ടിലേതും കൂടെ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ മര്യാദക്ക് ഇതുണ്ട്, ഇങ്ങനെയും നമുക്ക് മാറി കിട്ടും. പിന്നെ നമുക്ക് റെക്കോർഡിങ്ങിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ HD അതുപോലെ തന്നെ 2K റെക്കോർഡിങ് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ നൈറ്റ് വിഷൻ ഒന്നും പറയേണ്ട, അടിപൊളി സാധനമാണ്. കാര്യം നമ്മൾ ഈ ഒരു AOCയുടെ സെയിം സാധനമാണ് നമ്മുടെ വാഗണാറെ കയറ്റിയിട്ടുള്ളത്. അതിനകത്ത് ഞാനൊരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിൻ്റെ നൈറ്റ് വിഷൻ അടിപൊളിയാണ് കേട്ടോ. ഗ്രേ സ്കെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ സൂപ്പർ വിഷ്വൽ ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ SD കാർഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡാഷ് ക്യാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ റീപ്ലേ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ആദ്യം നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിനകത്തെ ഗൈറോസ്കോപ്പിൻ്റെ ആ ഒരു ഫംഗ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ ഇമ്പാക്റ്റ് സെൻസ് ചെയ്ത്, അതായത് പെട്ടെന്നുള്ള ഒരു ഡിസ്ലറേഷനോ ബ്രേക്കിങ്ങോ ഒക്കെ അനലൈസ് ചെയ്തിട്ട് അപ്പം സഡൻ ആയിട്ട് ഇത് തന്നെ റെക്കോർഡ് ഓൺ ആക്കി. അത് എനിക്ക് തോന്നുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ നമ്മൾ
എന്താണ് നല്ലൊരു ലോങ് റൈഡൊക്കെ പോകുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് ഒക്കെ വിട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ നിന്നല്ലാത്ത പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യമൊക്കെ ഉണ്ടായാൽ നമുക്കൊരു പ്രൂഫ് അല്ലേ ഇത് കയ്യിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പിന്നെ SD കാർഡിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ് SD കാർഡിൻ്റെ സ്ലോട്ട് വരുന്നത്. 128 GB വരെ നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ, ഫങ്ഷണാലിറ്റി വരുന്നത്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ, വെള്ളം ഒഴിച്ച് നോക്കണ്ടേ? അവർ പറയുന്നുണ്ട് വാട്ടർ പ്രൂഫ് ആണ് സാധനം, അപ്പോൾ എന്നാലും നമുക്കൊരു വിശ്വാസം വേണ്ടേ അല്ലേ? വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, പ്രൈസ് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ അവോസയുടെ ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 18,000 സംതിങ് ആണ് റേറ്റ് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ക്യൂനോൺ വിൽസിൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 15-20 ആ ഒരു ശതമാനത്തിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ശരിക്കും ഈ ഒരു വില ഇത്രയാണല്ലോ എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, വേറെ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് അത്ര നമുക്ക് കിട്ടുന്നതാണ്. വാ ഒഴിച്ചു നോക്കാം. ഇത് ഒഴിക്കാൻ പോകണേ. കുപ്പിയിലെ വെള്ളം മാറ്റി നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിക്കാം. നോക്കട്ടെ, ഇത് വർക്ക് ചെയ്യുന്നൊന്നും കൂടെ നോക്കണമല്ലോ. ഒരു കുഴപ്പമില്ല, സൂപ്പർ. നിങ്ങൾക്ക് ഇവൻ ബൈക്ക് ഇല്ലെങ്കിലും നിങ്ങളുടെ റൈഡർ ചങ്കിന് അയച്ചു കൊടുക്കുക. ആൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ.